തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് അനന്തപത്മനാഭന്റെ സന്നിധിക്ക് തൊട്ടടുത്തായി ചരിത്രമുറങ്ങുന്ന ഒരു കൊട്ടാരമുണ്ട്. കാലം മായ്ക്കാത്ത തിരുവിതാംകൂറിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന വാസ്തുവിദ്യാ വിസ്മയം കുതിരമാളിക അഥവാ പുത്തൻ മാളിക. 1840കളിൽ തിരുവിതാംകൂറിലെ പ്രഗത്ഭനായ ഭരണാധികാരിയും അതുല്യനായ സംഗീതജ്ഞനുമായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയാണ് ഈ കൊട്ടാരം പണികഴിപ്പിച്ചത്. കലയോടും സംഗീതത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത പ്രണയത്തിൻ്റെ ജീവിക്കുന്ന സ്മാരകം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇതിന് കുതിരമാളിക എന്ന് പേര് വന്നത്? കൊട്ടാരത്തിൻ്റെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന തടിയിൽ കൊത്തിയെടുത്ത 122 കുതിരകളുടെ അതിമനോഹരമായ രൂപങ്ങളിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. ഒറ്റത്തടിയിൽ തീർത്ത ഈ കുതിരകൾ തനി കേരളീയ വാസ്തുവിദ്യയുടെയും തച്ചുശാസ്ത്രത്തിൻ്റെയും പൂർണ്ണത ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്നു. ഇന്ന് ഇതൊരു സമ്പന്നമായ ചരിത്ര മ്യൂസിയമാണ്. ഉള്ളിലേക്ക് കടക്കുമ്പോൾ നാം എത്തുന്നത് രാജഭരണകാലത്തേക്കാണ്. തിരുവിതാംകൂർ രാജവംശം ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അപൂർവങ്ങളായ ചിത്രങ്ങൾ, പല്ലക്കുകൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച അമൂല്യമായ ഉപഹാരങ്ങൾ എന്നിവ ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. കാറ്റും വെളിച്ചവും യഥേഷ്ടം കടന്നുവരുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത മുറികൾ, ബെൽജിയൻ സ്ഫടികത്തിൽ തീർത്ത കൂറ്റൻ കണ്ണാടികൾ, ഭാരതീയ ഇതിഹാസങ്ങൾ കൊത്തിവെച്ച മരപ്പണികൾ, പിന്നെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ആനക്കൊമ്പിലും പരസ്ഫടികത്തിലും തീർത്ത സിംഹാസനങ്ങൾ. കുതിരമാളികയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കൊട്ടാരത്തിലെ തറ നിർമ്മിച്ചിരിക്കുന്നത് സിമന്റോ ടൈലോ ഉപയോഗിച്ചല്ല. മുട്ടയുടെ വെള്ള, തേങ്ങാ ചിരട്ട കത്തിച്ചുണ്ടാക്കിയ കരി, കുമ്മായം എന്നിവ പ്രത്യേക അനുപാതത്തിൽ ചേർത്താണ് തറയൊരുക്കിയിരിക്കുന്നത്. കടുത്ത വേനൽക്കാലത്ത് പോലും കൊട്ടാരത്തിനുള്ളിൽ തണുപ്പും മിനുസവും നിലനിർത്താൻ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാങ്കേതികവിദ്യ സഹായിക്കുന്നു. കൊട്ടാരത്തിന് മുന്നിലുള്ള നവരാത്രി മണ്ഡപം പരമ്പരാഗത ശബ്ദ സാങ്കേതികവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ്. ആധുനിക മൈക്കുകളോ സ്പീക്കറുകളോ ഇല്ലാതിരുന്ന അക്കാലത്ത് സംഗീത കച്ചേരികളുടെ ശബ്ദം വ്യക്തമായി കേൾക്കുന്നതിനായി മണ്ഡപത്തിൻ്റെ മേൽക്കൂരയിൽ ഏകദേശം 50 ഓളം മൺകുടങ്ങൾ കമഴ്ത്തി കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഈ കുടങ്ങൾ ശബ്ദത്തെ പ്രതിധ്വനിപ്പിച്ച് ഗംഭീരമായ ശബ്ദാനുഭവം നൽകുന്നു. സ്വാതി തിരുനാളിൻ്റെ സംഗീതമുറി. കൊട്ടാരത്തിൻ്റെ 1-ാം നിലയിലുള്ള ഒരു പ്രത്യേക മുറിയിലാണ് സ്വാതി തിരുനാൾ ധ്യാനിക്കാനും സംഗീതം ചിട്ടപ്പെടുത്താനും സമയം കണ്ടെത്തിയിരുന്നത്. ഈ മുറിയുടെ ജനലിലൂടെ നോക്കിയാൽ തൊട്ടടുത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം വ്യക്തമായി കാണാൻ സാധിക്കും. മയിലുകളുടെയും ആനകളുടെയും ഭീമൻ പാമ്പുകളുടെയും മനോഹരമായ കൊത്തുപണികളുള്ള ഒരു ചെറിയ തടി കോവണിയും ഈ ഭാഗത്തുണ്ട്. വാസ്തുവിദ്യയും സംഗീതവും ഒരുപോലെ സമന്വയിച്ച ഒരു അപൂർവ സ്മാരകമാണ് കുതിരമാളിക. എല്ലാ വർഷവും ജനുവരി 6 മുതൽ 12 വരെ കുതിരമാളികയുടെ മുറ്റത്ത് വെച്ച് പ്രശസ്തമായ സ്വാതി സംഗീതോത്സവം നടക്കാറുണ്ട്. സ്വാതി തിരുനാളിൻ്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കപ്പെടുന്ന ഈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സംഗീതാസ്വാദകർ എത്താറുണ്ട്. സ്വാതി തിരുനാൾ തൻ്റെ പ്രശസ്തമായ പല കൃതികളും രചിച്ചത് ഈ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഇരുന്നുകൊണ്ടാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ഏതൊരാളും ചരിത്രത്തിൻ്റെ ഈ നേർക്കാഴ്ച കൂടി കണ്ടതിന് ശേഷമേ മടങ്ങാവൂ. കുതിരമാളിക വെറുമൊരു കൊട്ടാരമല്ല, അത് തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടത്തിൻ്റെ അടയാളമാണ്. നന്ദി. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.